CAA-ക്കെതിരായിട്ട് 2019 എടുത്തത് 835 കേസാണ്. 8/8/2023 ഇപ്പൊ തൊട്ട് മുമ്പ് തന്നിരിക്കുന്ന 5 മാസം മുമ്പ് തന്ന കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആകെ 63 കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് NOC കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലുള്ളത് 835 കേസുണ്ട്. അത് AP അനിൽകുമാറിന് കൊടുത്ത മറുപടിയാണ് നിയമസഭയിൽ. 573 കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് PTA റഹീമിന് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇടതുപക്ഷ അംഗത്തിന് തന്നെ 573 കേസുകളിൽ ചാർജ് ഷീറ്റ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് കേസുകളൊക്കെ ഇല്ലാതായാൽ, കേസുകളുടെ ആവിയായി പോയാൽ കേസെല്ലാം കൂടി കുറേ കേസ് ഇല്ലാതായത് ഈ പാവപ്പെട്ടവനെയൊക്കെ ശിക്ഷിച്ചു, ഫൈൻ അടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ അടിപ്പിച്ചത്. അപ്പൊ 2019 CAA-ക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് 835 കേസാണ്. അതിൽ ആക്രമണ സ്വഭാവമുള്ള 102 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും 733 കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് 69 കേസ് മാത്രം പിൻവലിച്ച് BJPക്ക് കൂട്ടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് പിൻവലിക്കാതിരുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ്? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ CPM-ന് കിട്ടിയത്. ആ സീറ്റ് കൂടി ഉറപ്പായി പോകുമെന്നും അത് KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ല തീരുമാനിക്കണം, AKG സെന്ററിലാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി, നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. SFI-ക്കാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂർണ്ണമായ മൗനമായിരുന്നു. മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി, വാതുറന്നിട്ടില്ല. എത്രയോ ദിവസം കേരളം മുഴുവൻ തേങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഈ CPM നേതാവ് കൂടിയായ മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പൊ കാണിച്ച തോന്നിവാസം കണ്ടില്ലേ? കേരള സർവകലാശാല കലോത്സവത്തിൽ 51 വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ ആത്മഹത്യ ചെയ്ത സംഭവം. ആരാണ് ഇവരെ അയച്ചുവിട്ടിരിക്കുന്നത്? എന്ത് അക്രമവും കാണിക്കാൻ കേരളത്തിൽ ക്രിമിനൽ സംഘങ്ങളെ അയച്ചുവിട്ടിട്ട് അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. 7 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് മിണ്ടാനില്ല. മരുന്നില്ല സർക്കാർ ആശുപത്രികളിൽ. മാവേലി സ്റ്റോറിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളില്ല. ഒരു സാധനം ഇല്ല കേരളത്തിൽ. 1 രൂപ പേയ്മെന്റ് നടക്കുന്നില്ല. കാരുണ്യ ചികിത്സാ സഹായം കിട്ടുന്നില്ല ആശുപത്രികൾ. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. CAA സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ തെറ്റായ പ്രചരണമാണ്.